ഇക്കയുടെ ഫാദർ അബൂബക്കർ സാറിൻ്റെ ശബ്ദം ഈ സ്റ്റേജിലൊന്ന് പെർഫോം ചെയ്യാനുള്ള ചങ്കൂറ്റം ഇക്കൊക്കെ ഉണ്ടോ? ഇത് ഈ ചങ്കൂറ്റം എന്നൊക്കെ പറഞ്ഞാൽ ആരോട് ഫൈറ്റ് ചെയ്യാൻ പോണ പോലെ അങ്ങനെ. ഞാനിത് രണ്ട് കാര്യം പറയാം. അതായത് ഞാൻ ഫാദറിനെ അനുകരിക്കുകയും ഇതുപോലെ പല വേദികൾ അവതരിപ്പിക്കുകയും പലവരും ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ കലാഭവനിലുള്ള സമയത്ത് തൃശ്ശൂർ ഷോ കാണാൻ എൻ്റെ ഫാദർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഭയങ്കര അഭിപ്രായം, വളരെ തുറന്ന മനസ്സാണ്. പാപ്പ വെച്ചാൽ നന്നായിരുന്നു, നീ ചെയ്ത് നന്നായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ അതെനിക്കൊരു കിട്ടിയ ഭാഗ്യമാണ്. രണ്ട്, ഞാൻ ഈ അത് നിർത്തുന്നത് അതൊരു മകൻ്റെ ഫീലിംഗ് പറയുകയാണ് ഞാൻ. അത് ബഹ്റിനിലൊരു ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ലീഡ് ചെയ്യുന്നൊരു പ്രോഗ്രാം കലാഭവൻ്റെ ഇൻസ്പയർഡാണത്, വേറെ ഗാനമേള ഒന്നുമില്ല. അപ്പോൾ ആ ഷോയ്ക്ക് ഫാദറിനെ ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട വിവരം ഓൾറെഡി കമ്മിറ്റി അവിടെ അറിയാണ്. അത് കഴിഞ്ഞ് പ്രോഗ്രാം തീർന്നതിന് ശേഷം റൂമിൽ വരുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഫാദർ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ വേദിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ, ഗൾഫിൽ നിന്നല്ല മലയാളികളിൽ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്ഥാനം പിടിച്ചൊരു നടനാണ് അബൂബക്കർ. അദ്ദേഹത്തിൻ്റെ ശബ്ദം അവിടെ അനുകരിച്ചപ്പോൾ അത്രയും അപ്ലാസ് കിട്ടുകയും ആ സമയത്ത് അദ്ദേഹം മരണപ്പെട്ട വിവരം ഇവിടെ രണ്ട് ഫീലാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ അനുകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ നടന്മാരും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നമുക്കൊരു പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു ഇത് മാത്രമാണ്. പിന്നെ പിന്നീട് അങ്ങനെ ഒരു പടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ സ്വാഭാവികമായിട്ട് അതങ്ങോട്ട് മാറിപ്പോയി എന്നുള്ളത്. അനുകരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ശബ്ദം ചെയ്യാം. വാത്സല്യം എന്ന ചിത്രത്തിലൂടെ ആയതുകൊണ്ട് അദ്ദേഹം ഒരു പണി മമ്മൂട്ടിയുടെ ക്യാരക്ടറെ ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാതെ വന്ന് നിന്നിട്ട് പുള്ളി അവിടെ പോയി ആ സ്ഥലത്ത് പാടത്തെന്തോ നോക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ചാണ്. പക്ഷേ മടിയനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഫാദർ ചെയ്യുന്നത്, കുഞ്ഞമ്മാമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കണം, ആ കുഞ്ഞമ്മാമ എവിടെ? കുഞ്ഞമ്മാമ എന്താ നിങ്ങളുടെ പാടത്ത് ഞാൻ വെള്ളം നോക്കണമെന്ന്, വെള്ളം തുറന്നു വിടണമെന്ന് പറഞ്ഞിട്ട് ചെയ്താ? വെള്ളോ പാടോ എവിടെ? വയ്യ, ബീഡി വലിക്കാൻ വയ്യ, ഇനി സിഗരറ്റ് ആയിക്കാലൊന്ന് ആലോചിക്കാം. ഇപ്പം ആ ഒരു പഴയ പെർഫെക്ഷൻ ഒന്നുമില്ല അല്ല, പക്ഷെ എന്നാലും ഇതൊരു ഭാഗ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പയുടെ ശബ്ദം മകൻ അംഗീകരിക്കുന്നതും അത് ബാപ്പ കേട്ട് അത് അംഗീകരിക്കുന്നതും പിന്നെ അത് ആ കലാകാരൻ ബാപ്പയുടെ ഒപ്പം തന്നെ അന്ന് ഈ പറഞ്ഞ ഇപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു സന്തോഷം, ഒരു ഭാഗ്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു ഫീലില്ല. അന്ന് ബാപ്പ ഇരിക്കുന്നു, വേറൊരു മൂടും വലിയൊരു അഭിമാനമൊക്കെയാണ്. എനിക്കാണ് അങ്ങനെയുള്ളൊരു ഭാഗ്യം ഒരു മിമിക്രിക്കാരനും ഈ കേരളത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം പിതാവിൻ്റെ ശബ്ദം ആ പിതാവ് ഇരിക്കുമ്പോൾ വേദിയിൽ അവതരിപ്പിക്കാമല്ലോ. നവാസിന് മാത്രം കിട്ടിയ ഭാഗ്യമാണെന്ന് ആയിരിക്കണം. ഒരാൾ മാത്രം അഭിനയിക്കുന്നൊരു സിനിമ നവാസ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ പടത്തിൻ്റെ ടൈറ്റില് ഏതായിരുന്നു? ഫാക്ടറി. ഈ ഒരാൾ മാത്രം അഭിനയിക്കുന്ന സിനിമ സെലക്ട് ചെയ്തത് അത് നവാസിൻ്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ നവാസിൻ്റെ കൈകളാണ് അതിൻ്റെ പിന്നിൽ. കാരണം ഒറ്റയ്ക്ക് അഭിനയിച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നില്ലേ അത്? അതായത് രണ്ടുപേരായിരുന്നു അതിനകത്ത്. അതായത് എങ്ങനെ ഒരു നായിക ഉണ്ടായിരുന്നു, ഒരു നായകനുമാണ് ആ പടത്തിൽ. വേറെ ആരുമില്ല സിനിമ, വേറെ ആരുമില്ല, ഒരു നായകനും നായികയായിരുന്നു. അപ്പോൾ ഈ ഞാനിവരുടെ അടുത്ത് പറഞ്ഞു, നായിക എന്ന് പറഞ്ഞു വരുന്ന കുട്ടി, ഞാൻ എന്നുള്ള സംഭവത്തിന് എൻ്റെ ഇമേജൊക്കെ അവിടെ മാറ്റി വയ്ക്കുക. പക്ഷെ നായിക എന്ന് പറഞ്ഞു വരുന്ന കുട്ടി അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു താരമായിരിക്കണം. പിന്നെ ആരെയും കിട്ടാതെ ഒരു നടിയെ പിടിച്ചിട്ടൊന്നും പറയരുത്. അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള അത്യാവശ്യം കഴിവുള്ള ഒരു കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്കാണ് ഈ ലാസ്റ്റ് ഇപ്പോൾ നാഷ്കയുടെ തന്നെ ഈ പ്രോഗ്രാമിൽ ചാക്കോച്ചൻ പറയണ്ടായി, ഇടയ്ക്ക് ഒരു സിനിമയിൽ ഗ്യാപ്പ് വന്നപ്പോൾ ആ സമയങ്ങളിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പിന്നീട് ഇടയ്ക്ക് ഓരോ പടങ്ങളൊക്കെ വരുമ്പോൾ നായികയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പണ്ട് അഭിനയിച്ചവർ പോലും മാറി നിന്നൊരു സംഭവം. അതെ കുറച്ച് ഔട്ടായതിൻ്റെ ശേഷം. അപ്പോൾ അതെ, ഔട്ടായതിനു ശേഷം അങ്ങനെ മാറി നിന്നത്. അപ്പോൾ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരാൾ, ആ ലെവലിൽ നിന്നൊരാൾ പിന്നീട് പടത്തിൽ വരുമ്പോൾ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നടിമാർ മാറുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംഭവം അന്വേഷിക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോൾ ചെരുപ്പൂരി അടിക്കും എന്നാ. അപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, വേണ്ട, നായിക വേണ്ട, പിന്നെ ഒരാൾ മതി, അതിന് പകരം നമുക്ക് വേറെ ആളെ വെക്കാം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഒരു സംഭവത്തെ കൊണ്ടുവന്നു ആ പടത്തിൽ. ആരാണ്? ഇത് കാണുമ്പോൾ അറിയാം. എന്താണ്? ഒരു നായികക്ക് വരും
ബാക്കി ഈയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നായ മാത്രമേ. അത് ശരി. ഏതായാലും ആ അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് തമാശ പറഞ്ഞുള്ളൂ. ആ പടത്തിൻ്റെ ഒരു വരവെന്ന് പറഞ്ഞാൽ ഈ ഒരു 10 വർഷമായിട്ട് ഡയറക്ടറുടെ മനസ്സിലുള്ള സബ്ജക്റ്റാണ്. അത് ജെ വില്യംസ് എന്ന് പറഞ്ഞ പ്രശസ്തനായ ക്യാമറമാൻ്റെ സണ്ണിലോ മജോ മാത്യു ആണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളൊരു ആർട്ട് ഫിലിം ഡയറക്ടറൊക്കെയാണ്. അപ്പോൾ അയാൾ ഇത് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ചെയ്യേണ്ടതാണ്. ക്യാരക്ടറിൽ ബോഡി ലാംഗ്വേജിലൊക്കെ പിന്നെ അയാളുടെ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് ഇയാൾ വളരെ സീരിയസ് ആയിട്ടാണ് പെർഫോം ചെയ്യണമെങ്കിലും ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. പക്ഷേ ജനത്തിനെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ അത് ടോട്ടലൊരു കോമഡി ഫീലാണ്. ഇയാൾ സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഒരു അങ്ങനെ ഇയാൾ നമ്മളെ അത് എൻ്റെ ഭാഗ്യം, എനിക്കൊന്നും ലൈഫിൽ കിട്ടാത്ത ഒരു സംഭവമാണ് അത്. അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു, നവാസ് അത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഥ കേൾക്കുന്നു. അപ്പോൾ ഇയാൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു ഫാക്ടറി, ഒരു ഹൊറർ സബ്ജക്റ്റാണ് അത്. ഫാക്ടറിയാണ് കൂടുതൽ വരുന്നത്. ഈ ഫാക്ടറിയിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ഡോഗ് വന്ന് ജോയിൻ ചെയ്യും. പിന്നെ അതുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇയാളുടെ. അതിന് പിന്നെ ചെറിയ സസ്പെൻസാണ് അത്. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് പറയാൻ പറ്റും. നവാസിനേക്കാൾ കഴിവ് കുറഞ്ഞവർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വിലസുന്നത് കാണുമ്പോൾ നവാസിന് എന്ത് തോന്നുന്നു? എനിക്ക് അതിന് പ്രത്യേകിച്ചൊന്നും തോന്നല്ല. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ അതിന് ഒരു കഴിവ്, ഈ കഴിവ് കുറവും എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ ഒരു ആ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരാൾ ഈ മണ്ണിലേക്ക് വരുമ്പോൾ അവൻ്റെ തലയിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കൊരു ജീവിതമുണ്ട്, ഒരു മരണമുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നൊരു സംഭവമാണ്. ഇതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ച് വർഷങ്ങൾ എന്തൊക്കെയോ ജീവിക്കാൻ വേണ്ടിയിട്ടും ഫേമസ് ആവാൻ വേണ്ടിയിട്ടും ഒരു നിലനിൽപ്പിന് വേണ്ടിയും ഒക്കെ കാട്ടിക്കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നമ്മൾ കയറി അത് ചെക്ക് ഇൻ ചെയ്തു, ലഗേജ് അങ്ങോട്ട് വിട്ടു നോക്കിയിട്ട് നമ്മളൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ നമ്മൾ ഇരുന്ന് പൊങ്ങി വരുമ്പോൾ ഈ നെടുമ്പാശ്ശേരി എന്ന് പറഞ്ഞൊരു കടുക് പോലെ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ദൈവം എന്ന് പറയുന്ന ഒരു പവർ ഇങ്ങനെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് അവൻ അങ്ങോട്ട് ഓടുന്നത് ആ പടത്തിന് വേണ്ടിയിട്ട്. ഇത് മറ്റേ ഇത് ഡയറക്റ്റ് ചെയ്യാൻ അവർ അവൻ അതേ ചവിട്ടി അവനെ തൊഴിച്ചത് ഇപ്പോൾ മറ്റേ സീറ്റിൽ കയറിയിരിക്കണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇത് നമ്മൾ ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, അത് ഈ സംഭവങ്ങൾ മാത്രമാണോ ജീവിതം? കുറേ ടൈം കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് വന്ന് നേരത്തെ ഇവർ ചോദിച്ചപ്പോൾ അതിനൊരു ഉത്തരം പറഞ്ഞത്, നമ്മളൊരു കലാകാരനായി നമ്മുടെ ഉപജീവന മാർഗവും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ഓഫീസിൽ കൊണ്ടിരുന്ന 1 കോടി രൂപ തരാം, നിങ്ങൾ വെറുതെ ഇവിടെ ഇരുന്നാമെന്ന് പറഞ്ഞാൽ എനിക്കിരിക്കാൻ പറ്റില്ല. എൻ്റെ ചിന്തകളും എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം ഇതിൽ തന്നെയാണ്. അപ്പോൾ അതിനെ മാന്യമായ രീതിയിൽ കിട്ടുന്ന നല്ല സംഭവങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഞാൻ സിൻസിയറായിട്ട് എനിക്ക് എൻ്റെ പേരിലൊരു കേസോ ഇന്ന സ്ഥലത്ത് അവൻ ഷോയ്ക്ക് എത്തിയില്ല, ഇന്ന സ്ഥലത്ത് നവാസ് വന്നില്ല, നവാസ് കാരണം അങ്ങനെ ഒരു സംഭവം ഇത്രയും വർഷമായിട്ട് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സിൻസിയാരിറ്റി ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത് മാത്രം കീപ്പ് ചെയ്ത് പോകാമെന്നല്ലാതെ അതിൻ്റെ സൈഡിൽ നടക്കുന്നതും പലവരും ഇപ്പോൾ നാഷ്ക്ക് ചോദിച്ച ഈ ചോദ്യങ്ങളും അതല്ലാതെ തന്നെ മറ്റേ ഡിസ്കഷനിൽ നവാസ് ഉണ്ടായിരുന്നു, പിന്നീട് ലാസ്റ്റ് മാറിപ്പോയതാണ്. ഈ പടത്തിൽ നവാസ് നല്ലൊരു ത്രൂഔട്ട് ക്യാരക്ടറായിരുന്നു. അത് ഇയാളിങ്ങനെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. കാരണം എനിക്ക് പെർഫോം ചെയ്യാൻ ഞാൻ നിൽക്കുന്ന സ്ഥലം ക്ലിയർ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോമിന് ഞാൻ കിട്ടുന്നത് എവിടെയാണ്? സിനിമയാണോ, ചാനലാണോ, സ്റ്റേജാണോ? അത് ക്ലിയർ ചെയ്യാന്നുള്ളത് മാത്രമാണ്.